പുരാതന ഇന്ത്യൻ പ്രണയകഥകൾ ഒരിക്കലും പ്രണയത്തെക്കുറിച്ചുള്ളതല്ലെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞാലോ? വിലക്കപ്പെട്ട ഓരോ കൂടിക്കാഴ്ചയ്ക്കും വേദനാജനകമായ ഓരോ വേർപിരിയലിനും പിന്നിൽ ആഗ്രഹം, കടമ, പ്രലോഭനം, വൈകാരിക സത്യം എന്നിവയെക്കുറിച്ച് ഒരു മറഞ്ഞിരിക്കുന്ന സന്ദേശം ഉണ്ടായിരുന്നു. ഈ കഥകൾ മുന്നറിയിപ്പുകളായിരുന്നു. അവ പാഠങ്ങളായിരുന്നു. അവയിൽ ചിലത് ഇന്നും ഞെട്ടിപ്പിക്കുന്ന തരത്തിൽ പ്രസക്തമാണ്. ഈ വീഡിയോ മുഴുവനായും കേൾക്കുക, കാരണം ഈ എപ്പിസോഡ് നിങ്ങൾ പുരാതന പ്രണയത്തെ എങ്ങനെ കാണുന്നു എന്നതിനെ എന്നേക്കുമായി തിരുത്തും. നമസ്കാരം, ഇൻറ്റിമേറ്റ് ഇൻസൈറ്റ്സിലേക്ക് വീണ്ടും സ്വാഗതം. ലൈംഗികാരോഗ്യവും മാനസിക ശാരീരിക ബന്ധങ്ങളും സംബന്ധിച്ചുള്ള പുരാതനവും ശാസ്ത്രീയവുമായ അറിവുകളും റൊമാൻറ്റിക് മോട്ടിവേഷൻ കഥകളും നിങ്ങളിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുന്നു. നിങ്ങൾക്ക് ഇതുപോലുള്ള അറിവുകൾ നഷ്ടപ്പെടാതിരിക്കണമെങ്കിൽ ആദ്യമായിട്ട് ഈ വീഡിയോ കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ബെല്ലൈക്കൺ അമർത്തുകയും ചെയ്യുക. ഇന്ന് നമ്മൾ പ്രണയകഥകൾ കേൾക്കുക മാത്രമല്ല ചെയ്യുന്നത്, നമ്മൾ അവയെ ഡീകോഡ് ചെയ്യുകയാണ്. പുരാതന ഇന്ത്യൻ കഥകൾ പ്രണയത്തെ ഒരു കണ്ണാടിയായി ഉപയോഗിച്ചു. എന്തിന്? മനുഷ്യൻ്റെ ബലഹീനത, വൈകാരിക ബുദ്ധി, പ്രണയത്തിനും അടുപ്പത്തിനും ഇടയിലുള്ള നേർത്ത രേഖ എന്നിവ പ്രതിഫലിപ്പിക്കാൻ ഉപയോഗിച്ചു. ഞാൻ പറയുന്നത്, അഥവാ ഈ വീഡിയോ പുരാണത്തെക്കുറിച്ചല്ല. ഇതൊരു പുരാണ ക്ലാസ്സുമല്ല. ഇത് മറഞ്ഞിരിക്കുന്ന മനഃശാസ്ത്രത്തോടു കൂടിയ നാടകീയമായ കഥ പറച്ചിലാണ്. അപ്പോൾ നമുക്ക് തുടങ്ങാം. ആദ്യമായി പ്രണയവും കടമയും. പുരാതന കാലത്ത് സ്നേഹം ശക്തമായിരുന്നു, എന്നാൽ കടമ പവിത്രമായിരുന്നു. പല കഥകളിലും പ്രണയിതാക്കൾ തമ്മിൽ ആഴത്തിലുള്ള ബന്ധമുണ്ടെങ്കിലും അവർ വേദനാജനകമായി വേർപിരിഞ്ഞിരിക്കുന്നു. അതിനു കാരണം പ്രണയം ദുർബലമായതുകൊണ്ടല്ല, മറിച്ച് തിരഞ്ഞെടുപ്പുകൾക്ക് അനന്തര ഫലങ്ങൾ ഉണ്ടായിരുന്നതുകൊണ്ടാണ്. ഇവിടെ മറഞ്ഞിരിക്കുന്ന സന്ദേശം ലളിതമാണ്, പക്ഷേ കഠിനമാണ്. ഉത്തരവാദിത്തം അവഗണിക്കുകയാണെങ്കിൽ സ്നേഹം മാത്രം പോരാ. പ്രണയത്തെയും ജീവിതത്തെയും ബാലൻസ് ചെയ്യാൻ അറിയാത്ത ഒരാളുടെ അഭിനിവേശം വൈകാരിക നാശത്തിലേക്ക് നയിക്കുമെന്ന് പുരാതന കഥാകൃത്തുക്കൾ സമൂഹത്തെ ഓർമ്മിപ്പിച്ചിരുന്നു. ഇന്നും പല ബന്ധങ്ങളും പരാജയപ്പെടുന്നത് അവർ തമ്മിൽ പ്രണയമോ സ്നേഹമോ ഇല്ലാത്തതുകൊണ്ടല്ല, മറിച്ച് വൈകാരിക പക്വത ഇല്ലാത്തതുകൊണ്ടാണ്. രണ്ടാമത്തേത് വിലക്കപ്പെട്ട ആകർഷണം. ചില പുരാതന പ്രണയകഥകൾ മന്ദഗതിയിലുള്ള നോട്ടങ്ങൾ, പറയാത്ത ആഗ്രഹം, പിരിമുറുക്കം നിറഞ്ഞ നിമിഷങ്ങൾ മുതലായ നിശബ്ദമായി വളരുന്ന ആകർഷണത്തെക്കുറിച്ച് സംസാരിക്കുന്നു. ഈ കഥകൾ ഒരിക്കലും വിശ്വാസവഞ്ചനയെ മഹത്വപ്പെടുത്തിയില്ല, പകരം അവ അടിച്ചമർത്തപ്പെട്ട ആഗ്രഹത്തിൻ്റെ അപകടത്തെ തുറന്നുകാട്ടി. ഇതിൽ മറഞ്ഞിരിക്കുന്ന പാഠം എന്താണ്? അവഗണിക്കപ്പെട്ട ആഗ്രഹം അപ്രത്യക്ഷമാകുന്നില്ല, അത് രൂപാന്തരപ്പെടുന്നു. ചിലപ്പോൾ അത് ആസക്തിയായി മാറുന്നു. പുരാതന ജ്ഞാനം മനസ്സിലാക്കിയിരുന്നു എന്ന് ആധുനിക മനഃശാസ്ത്രം സ്ഥിരീകരിക്കുന്ന ഒന്ന് നമ്മൾ വൈകാരികമായി നിഷേധിക്കുന്നത് പലപ്പോഴും നമ്മെ ഉപബോധ മനസ്സോടെ നിയന്ത്രിക്കുന്നു. ഈ കഥകൾ പഠിപ്പിക്കുന്നത് അവബോധമായിരുന്നു, ആസ്വാദനമല്ല. മൂന്നാമതായി പ്രണയമെന്ന നിലയിൽ ത്യാഗം. പല പുരാതന പ്രണയിതാക്കളും ഒന്നിച്ചില്ല, അത് മനഃപൂർവമായിരുന്നു. ആ കഥകളിൽ പ്രണയം എന്നാൽ ഉപേക്ഷിക്കുക എന്നതായിരുന്നു, കൂടുതൽ മുറുകെ പിടിക്കുക എന്നല്ല. ത്യാഗം ബലഹീനത ആയിരുന്നില്ല, അത് വൈകാരിക ശക്തിയായിരുന്നു. ഇവിടെ സന്ദേശം ശക്തമാണ്. പ്രണയം നിങ്ങളുടെ മൂല്യങ്ങളെ നശിപ്പിക്കുന്നുവെങ്കിൽ അത് ഒരിക്കലും സ്നേഹമായിരുന്നില്ല, അത് അറ്റാച്ച്മെൻ്റ് ആയിരുന്നു. പുരാതന ചിന്താഗതി പ്രകാരം യഥാർത്ഥ സ്നേഹം നിങ്ങളെ ജ്ഞാനിയാക്കിയിരിക്കുന്നു, നിരാശനാക്കിയിരുന്നില്ല. ഈ കഥകൾ ഇപ്പോഴും പ്രധാനമായിരിക്കുന്നത് എന്തുകൊണ്ട്? പുരാതന ഇന്ത്യൻ കഥാകൃത്തുക്കൾ മികച്ച മനഃശാസ്ത്രജ്ഞരായിരുന്നു. ആഗ്രഹം, കുറ്റബോധം, പ്രലോഭനം, ഖേദം തുടങ്ങിയ പാറ്റേണുകൾ
മനുഷ്യർ ആവർത്തിക്കുന്നുണ്ടെന്ന് അവർക്ക് അറിയാമായിരുന്നു. അതുകൊണ്ടാണ് ഇന്നും ഈ കഥകൾ പരിചിതമായി തോന്നുന്നത്. ആധുനിക ബന്ധങ്ങളും ഇതേ വിഷയങ്ങളുമായി പൊരുതുന്നു. വൈകാരിക ആശയക്കുഴപ്പം, അനിയന്ത്രിതമായ ആഗ്രഹം, ഏകാന്തതയെക്കുറിച്ചുള്ള ഭയം, ഹൃദയത്തിനും ഉത്തരവാദിത്വത്തിനും ഇടയിലുള്ള സംഘർഷം. മനുഷ്യ മനസ്സ് മാറിയിട്ടില്ലാത്തതുകൊണ്ടാണ് കഥകൾ അതിജീവിച്ചത്. യഥാർത്ഥ രഹസ്യ സന്ദേശം ഇതാണ്: ഇവ റൊമാൻറ്റിക് ഫാൻ്റസികളായിരുന്നില്ല. നാടകം, കവിത, പ്രതീകാത്മകത എന്നിവയിൽ പൊതിഞ്ഞ വൈകാരിക മാനുവലുകളായിരുന്നു അവ. കഥകൾ നിയമങ്ങളെക്കാൾ വേഗത്തിൽ ഹൃദയത്തിലേക്ക് പ്രവേശിക്കുമെന്ന് പുരാതന സംസ്കാരം വിശ്വസിച്ചിരുന്നു. അതിനാൽ ഇത് ചെയ്യരുത് എന്ന് പറയുന്നതിന് പകരം നിങ്ങൾ അങ്ങനെ ചെയ്യുമ്പോൾ എന്താണ് സംഭവിക്കുന്നതെന്ന് അവർ കാണിച്ചു തന്നു. അതുകൊണ്ടാണ് നൂറ്റാണ്ടുകളായി ഈ പ്രണയകഥകൾ ഇപ്പോഴും നമ്മോട് മന്ത്രിക്കുന്നത്. ഇന്നത്തെ വീഡിയോയിലെ വിവരങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. ഇതുപോലുള്ള കൂടുതൽ വീഡിയോകൾക്കായി ഇൻറ്റിമേറ്റ് ഇൻസൈറ്റ്സ് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.